എല്ലാവിധ അനുഗ്രഹവും ഉണ്ടായിരിക്കണം. നിങ്ങൾ അതെ അതെ. ഈ ഇവിടുത്തെ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഒരു സ്വന്തം സഹചാരിയാണ്. നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പറും കൂടെയാണ്. അദ്ദേഹത്തിന്റെ എല്ലാവിധ പിന്തുണയും നമുക്കുണ്ടാവും. നമ്മുടെ വീട് എവിടെയാ? ഇതിലൂടെ തന്നെയാണ്. ഇവിടെ എത്ര ഓട്ടമുണ്ട്? 3 ഓട്ടമുണ്ട്. 4 പേർക്കുണ്ട്. മോനുണ്ട്. മറ്റേ SIR ഫോം എല്ലാം ഫില്ല് ചെയ്തെല്ലാം കൊടുക്കുക. നമ്മുടെ ഇവിടെ എല്ലായിടത്തും തിരക്കുന്നുണ്ടല്ലോ അല്ലേ? അതെല്ലാ വീടുകളിലും ഉള്ളത്. ഇല്ലാത്തവരെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അവരോട് അത് എവിടെയാണ് വോട്ട് മിക്കവാറും ഈ വോട്ടുകൾ മറ്റ് വാർഡുകളിലായി അവരെ കൊണ്ട് അറിയിക്കാൻ വേണ്ടി ഇവിടുത്തെ BLO കൊണ്ട് അത് പറഞ്ഞ് ചോദിച്ചു കൊടുക്കാറുണ്ട്. ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. 45 വർഷമായിട്ട് പാർട്ടി മെമ്പറാണ്. അത് ശരിയാ. 45 വർഷം. അത് ശരിയാ. അതുകൊണ്ട് ഇവരൊക്കെ ആദ്യകാല പ്രവർത്തകരല്ലേ? അന്നേരം ഇവരൊക്കെയാണല്ലോ നമുക്കൊരു ഉത്തേജനം പിന്നെ പിന്തുണ ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഇനിയും പുതിയ ഭരണസമിതി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വാർഡിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. കുറെ നാള് UDFന്റെ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവരും ചെയ്യാനുള്ളതൊക്കെ തുച്ഛമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയായിട്ട് ബൃഹത് പദ്ധതികൾ ഉണ്ടെങ്കിലും അത് ബ്ലോക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ചെയ്തിരിക്കും. 2 ടേണായിട്ട് LDF ആണ് വാഗ്ദാന പഞ്ചായത്ത് ഭരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെതായ ഒരു പുരോഗതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലയിലും. വഴിയുടെ കാര്യം മാത്രമേ ജനങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് കാർഷിക മേഖലയിൽ ഒരു സ്വല്പം ഇടിവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള കപ്പ, വാഴ. കൃഷി ആരും ഇപ്പം പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. അതിനകത്തൊരു പ്രശ്നം വരുന്നത്. ഇപ്പൊ കപ്പയൊക്കെ ഈ പാടത്തൊക്കെ ഒരുപാട് നിൽക്കുക. വാഗത്താനം എന്ന് പറഞ്ഞാൽ കൃഷിയുടെ ഒരു കേന്ദ്രമായിരുന്നു അല്ലേ? എല്ലാ സാധനങ്ങളും ചക്കയും കപ്പയും ഉണ്ടാകുന്നത് വാഗത്താനത്തായിരുന്നു. ഇപ്പൊ അതെല്ലാം അങ്ങ് പോയി. ഇപ്പൊ ഈ പുതിയ തലമുറ വന്നപ്പോ അവർക്ക് ഇതിനോട് താല്പര്യമില്ല. ഭയങ്കര കൂലിച്ചെലവും മറ്റു വളത്തിനൊക്കെ ഭയങ്കര. അതാണ് വീടുകളിലൊന്നും ആരും ചെയ്യാൻ മേലാത്ത സാഹചര്യമായി പോയി. വളത്തിന് ഭയങ്കര വില, അതുപോലെ തന്നെ കൂലിച്ചെലവ്, ഇതെല്ലാം വെച്ച് നോക്കിയാൽ ഇപ്പൊ കൃഷി നഷ്ടമാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടല്ലാന്ന് പറഞ്ഞാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് മറ്റേ നട്ടെല്ലാം കൃഷിയാണ്, കർഷകനാണ്. പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് ആഹാരം വന്നെങ്കിൽ ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ഇവിടെ പാടത്തൊക്കെ ഒരുപാട് കപ്പ നിൽക്കുക. കപ്പയ്ക്ക് ഭയങ്കര ഡിമാൻഡായി പോയി. ഇതിപ്പോ ഈ ഏത്തക്ക ഈ തമിഴ്നാട്ടിൽ നിന്ന് 3 കിലോ 100 രൂപയ്ക്കൊക്കെ വരുന്നില്ലേ? അത് കാശിന് കൊള്ളുവല്ലാത്ത സാധനമല്ലേ ഇത് വഴി. അത് വന്ന കാരണമാണ് ഇവിടെ ഇതിനെല്ലാം. എല്ലാരും നോക്കുമ്പോ കടയിൽ വരുമ്പോ നാടൻ കൊലയ്ക്ക് 60-70 എന്ന് പറയുമ്പോ മറ്റേ 30 രൂപയുള്ളൂ. നേർ പകുതി വിലക്കെ കിട്ടുന്നത്. ഇനി ഏത്തക്കാപ്പൊക്കെ ഉണ്ടാക്കുന്ന മുഴുവൻ ഈ വേസ്റ്റ് സാധനമാണ്. അതുകൊണ്ട് അതിനൊന്നും രുചിയൊന്നും ഇല്ല. ചുമ്മാ ചവറ് പിള്ളേരുടെയൊക്കെ ഇത് നിന്ന് എന്നാക്കി അസുഖം ഉണ്ടാക്കി എണ്ണക്കകത്ത് പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് അതെല്ലാം അതനുസരിച്ച് മനുഷ്യൻ അസുഖം കൂടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം വലിയൊരു കർഷകരെ സംബന്ധിച്ച് വലിയൊരു ഇടിവാണ്. പുതിയ തലമുറ ഒന്നും ഈ കാർഷിക മേഖലയിലോട്ട് വരുന്നേ ഇല്ല. ഒരു താല്പര്യവും ഇല്ല. അതിനൊക്കെ മെച്ചവും ഇല്ല. പുതിയ തലമുറ വരുന്നില്ല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന സൗഖ്യാവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. സംരംഭങ്ങൾ, അത് ഈ കപ്പ കൃഷി കൊണ്ട് ഉണ്ടാകുന്ന പുതിയ പ്രോഡക്റ്റുകൾ, ഈ പാമ്പാടിലെങ്ങാണ്ട് കപ്പ കൊണ്ട് ഓരോ ഐറ്റങ്ങളുണ്ടാക്കുന്നുണ്ട്. ഈ കപ്പയും ചക്കയൊക്കെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മള് ചെയ്യുന്നില്ല. ചക്കയ്ക്ക് വിലയുണ്ട്. ഒരു ചക്കയ്ക്ക് 100 രൂപ 150 രൂപ. തമിഴ്നാട്ടിലോട്ട് ചെല്ലണം ഇതിന്റെ വില എന്നാന്ന് അറിയണമെന്നുണ്ട് ചക്കച്ചുള്ളയുടെ ഒക്കെ. അങ്ങനെ കാർഷിക മേഖലയാണ് ഇപ്പൊ. റബ്ബറിന് വിലയില്ല. റബ്ബറിന് വില കൂടി കഴിയുമ്പോ ഇതെല്ലാം നേരെയാണ്. ഒരു 300 രൂപ റബ്ബറിന് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം നേരെയാണ്. ഈ കാശ് മുതൽ ഇവിടെ ഇതെല്ലാം തോട്ടങ്ങളെല്ലാം ചുമ്മാ കിടക്കുക. ഈ കിട്ടുന്ന പൈസ ബംഗാളിയല്ല ഇവരെ ഒരു കൂടി ബിസ്ക്കറ്റ് മുഴുവൻ പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഇവിടെ ഈ പൈസ ഓടുന്നില്ല. റബ്ബറിന് വിലയുണ്ടെന്ന് വരില്ല. അത് വിറ്റേച്ച് എന്തെങ്കിലും അത് മേടിച്ചു ഇത് മേടിച്ചു പണിക്കാർ കൂലി കൊടുത്തു. അങ്ങനെ ഒരു മാറ്റം. എവിടെയൊക്കെ പത്രത്തിന്റെ മൊത്തം കവർ ഉണ്ടോ? ഇവിടെ മൊത്തം നമ്മള് പത്രം കൊടുക്കുന്നുണ്ട് അല്ലേ? ഇന്ന് അതുകൊണ്ട് ഏജന്റുമാരുടെ ഫോട്ടോ ഇന്ന് കൂടെ പത്രത്തിലും മനോരമയിലും വന്നിട്ടുണ്ടല്ലേ? എന്നാ ശരി, ആയിക്കോട്ടെ. ശരി. കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വാകത്താനം മണികണ്ഠപുരം ക്ഷേത്രത്തിന് മുന്നിലാണ്. അപ്പം പുതുപ്പള്ളി ടുഡേ ലൈവിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത് ഒരു സാധാരണക്കാരനായ സ്ഥാനാർത്ഥിയാണ്. അത് മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തോട്ടയ്ക്കാട് ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
നമസ്കാരം. നമസ്കാരം. നമ്മുടെ മാടപ്പള്ളി ബ്ലോക്ക് ഡിവിഷനിലേക്കല്ല മത്സരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം സ്ഥാനാർത്ഥി ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് എം.എൻ. മധു മാലക്കുന്നൻ. ഞാൻ വിദേശത്ത് ജോലി ചെയ്ത് തിരികെ വന്ന ഒരു പ്രവാസിയാണ്. പ്രവാസി മേഖലകളിൽ ഇന്നുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലാ പ്രവാസി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട് ജില്ലയിലെ സെയിൽസ് പ്രൊമോട്ടറായിട്ടും പ്രവർത്തിച്ചു. ഇന്നുവരെയും കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ പ്രവാസം നിർത്തി നാട്ടിലേക്ക് തിരികെ എത്തി. അതിനുശേഷം ഗ്രാമപഞ്ചായത്തുകളുടെ ഈ വാർഡുകളിലെല്ലാം തന്നെ എൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കാഴ്ചവെച്ചിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ ആഹാരം, മരുന്ന്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ആരൊക്കെയാണ്? എൻ്റെ വീട്ടിലുള്ളത് ഭാര്യ, അമ്മ, 3 കുട്ടികൾ. അവരെല്ലാം പിള്ളേരൊക്കെ? പിള്ളേർ മൂത്ത 2 പെൺകുട്ടികൾ. അവർ 2 പേരും ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഒരാൾ UK, ഒരാൾ മാലദ്വീപ്സ്. പിന്നെ ഒരു പയ്യൻ ഡിഗ്രി വിത്ത് ഏവിയേഷൻ കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലുണ്ട്. അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്ക് പങ്കെടുക്കുന്നു. നമുക്ക് ഈ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങനെ വരാനുള്ള സാഹചര്യം എന്താ? നമുക്ക് സാഹചര്യം പ്രവാസി മേഖലയിൽ വർക്ക് ചെയ്തപ്പോൾ സാധാരണ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും അവരുടെ പരിദേവനങ്ങളും നേരിൽ കാണുവാൻ കോവിഡ് കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചു. അപ്പോൾ ഈ ബ്ലോക്കിലുള്ള എല്ലാ ജനങ്ങൾക്കും എൻ്റേതായിട്ടുള്ള പ്രവർത്തന മേഖലകൾ, എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗം ഈ ബ്ലോക്കിൽ നിന്നും കിട്ടുന്ന സഹായ സഹകരണങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളൊരു കർമ്മ പദ്ധതിയാണ് ഞാൻ ആവിഷ്കരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അനുഭവത്തിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അവരെന്നെ പരിഗണിക്കുവാനുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാടപ്പള്ളി ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം ഏരിയ ഒന്ന് പറയാമോ? ഏകദേശം മാടപ്പള്ളി ബ്ലോക്കിൽ കോട്ടയ്ക്കാട് ഡിവിഷനിൽ 7 വാർഡുകളാണ്. 5 വാർഡുകൾ വാകത്താനം പഞ്ചായത്തിൻ്റെയും മാടപ്പള്ളി പഞ്ചായത്തിൻ്റെ 2 വാർഡുകൾ 7, 8, 9, 15, 11 മാടപ്പള്ളി പഞ്ചായത്തിൻ്റെ 1ഉം 2ഉം വാർഡുകൾ കൂടുന്നതാണ്. 7 വാർഡുകൾ കൂടുന്നതാണ് ഒരു ഡിവിഷൻ. ഏകദേശം എത്ര വോട്ടോളം വരുന്നുണ്ട്? നമുക്ക് ഏകദേശം 8000-ൽ പരം വോട്ടുകൾ അവിടെ ഉണ്ടല്ലേ? എല്ലായിടും ഒന്ന് കവർ ചെയ്തോ ഫസ്റ്റ് റൗണ്ട്? എല്ലാവരും കവർ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും ഒരു പരിധി വരെയൊക്കെ എല്ലാ വാർഡുകളിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ശരി. നമ്മുടെ ഈ ബ്ലോക്ക് ഡിവിഷനെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഇത് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പം ഓരോ ഈ വാകത്താനം പഞ്ചായത്തിൻ്റെ 11ാം വാർഡിലുള്ള ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഭാഗം, നെടുമറ്റം ഭാഗത്ത് കൂടുതൽ ഗവൺമെൻറ് ശ്രദ്ധ പതിക്കണം എന്നുള്ളതും അവിടെ വഴി, അതുപോലെ തന്നെ വെളിച്ചം, ജലം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പരിഗണന നൽകണമെന്നാണ് അവിടെയുള്ള ജനങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഈ 15ാം വാർഡിൻ്റെ കുറച്ച് ഏരിയയിലൊക്കെ നമുക്ക് ജലസേചനവും വൈദ്യുതിയും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഓരോ വാർഡിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മാടപ്പള്ളി പഞ്ചായത്തിൻ്റെ 1ഉം 2ഉം വാർഡുകളിൽ കൊട്ടാരംകുന്ന് കോളനി നിവാസികളുടെ പ്രദേശങ്ങളിൽ വളരെ ഒരു പരിധിവരെയൊക്കെയുള്ള ശോച്യാവസ്ഥ നിലവിലുണ്ട്. അതിനെയൊക്കെ പരിഹരിക്കണമെന്നും അവർ നടന്ന കുടുംബയോഗങ്ങളിലും അവരെ കാണാൻ ചെന്നപ്പോൾ ചെന്ന കാര്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ജനങ്ങളോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുവാനുള്ളൊരു മനസ്സ് ഉള്ളതുകൊണ്ട് അത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എന്നിലുണ്ട്. ഈ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ലേ നമ്മൾ മത്സരിക്കുന്നത്? അല്ല, ഞാൻ LDFന്റെ ഘടകകക്ഷി സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് എം. ഈ കേരള കോൺഗ്രസിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താ? കേരള കോൺഗ്രസിലേക്ക് വരാൻ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാവരും കോൺഗ്രസ് ആയിരുന്നെങ്കിലും പ്രാദേശിക പാർട്ടികൾ നിലവിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ജനങ്ങളിൽ വികസനം കൂടുതൽ എത്തിപ്പെടാനുള്ള സാഹചര്യം. കേരള കോൺഗ്രസ് എമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാപക നേതാവായ KM മാണി സാറ് സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒരുപോലെ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ജീവിത നിലവാരത്തിലും നടത്തുവാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗികൾക്കുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള
ഒരു പദ്ധതി തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ചെയർമാനായിരിക്കുന്ന ജോസ് കെ മാണി വന സംരക്ഷണം, അതുപോലെ തന്നെ കാർഷിക മേഖലയിലുണ്ടാകുന്ന ശോച്യാവസ്ഥയ്ക്കൊരു പരിഹാരം, അതുപോലെ റബ്ബർ വില നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പാർലമെൻറ്റുകളിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരികെ വന്ന പ്രവാസികളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അതിനൊരു ബോർഡ് തന്നെ, അതിൻ്റെ ഒരു ചെറിയൊരു സംഘം തന്നെ ഉണ്ട്, കേരള കോൺഗ്രസ് പ്രവാസി റിട്ടേണീസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പമാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ തിരികെ വരുന്ന പ്രവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനും വേണ്ടി കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ അങ്ങനെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടിയിലേക്ക് വരാൻ എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബ്ലോക്ക് ഡിവിഷൻ ആകുമ്പോൾ എല്ലാ വീടുകളിലും കയറി നമുക്ക് ആൾക്കാരെ ആയിട്ട് ബന്ധപ്പെടാനൊക്കെ പരിമിതി ഉണ്ടല്ലോ. കാരണം മൊത്തം കവർ ചെയ്യാൻ അങ്ങനെ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല. കൂടുതൽ തന്നെയും ഒരു വാർഡിൽ ഏകദേശം 500 വീടുകൾക്ക് താഴെയാണുള്ളത്. 1300 പരം വോട്ടുകളാണ് ഒരു വാർഡിലുള്ളത്. അതിൽ കുറേ എല്ലാവരോടും നമ്മുടെ പ്രസ്താവനയിലൂടെയും നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ വളരെയധികം പ്രചാരം നേടിക്കൊണ്ടാണ് ഈ ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ വിജയസാധ്യത കൂടുതൽ ആണ് എന്നുള്ളൊരു റിപ്പോർട്ടുകൾ ജനങ്ങളുടെ ഇടയിൽ നിന്നും വരുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് കൂടുതൽ ജനങ്ങൾ നമ്മളിലേക്ക് നമ്മുടെ ഒരു ജയത്തിന് വേണ്ടി അവരൊക്കെ പ്രവർത്തിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അവരോട് ജനങ്ങളോട് എന്താ നമുക്ക് പറയാനുള്ളത്? നമ്മൾ ജയിച്ച് വന്നാലത്തെ കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഈ ബ്ലോക്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലൂടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോലെ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ. ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിക്കകത്ത് ചില വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സംരക്ഷണ ഭിത്തികൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ വൈദ്യുതി നിലയങ്ങൾ ഉൾപ്പെടെ, ഈ ജലസംഭരണികൾ എന്ന് വേണ്ട അത്തരം ബൃഹത്തായിട്ടുള്ള പദ്ധതികളാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്ന പദ്ധതികൾ. അതിനെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് വേണ്ടി എൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അവർക്ക് കൂടുതൽ പ്രചോദനം കൊടുക്കുകയും ഒക്കെ ചെയ്യാനാണ് എൻ്റെ താല്പര്യം. അതോടൊപ്പം തന്നെ ഈ 16-ാം വാർഡിൻ്റെ ഇപ്പോഴാണ് 15-ാം വാർഡ് 16-ാം വാർഡായിട്ട് തിരികെപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഞണ്ടുകുളം എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ മതിലുകൾ ഇടിഞ്ഞു പോയപ്പോൾ അത് എൻ്റെയുടെയും പ്രവർത്തനവും ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന മെമ്പർമാരൊക്കെ കൂടി ആണ് അതിൻ്റെ സൈഡ് ഭിത്തികൾ കെട്ടുകയും അത് സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്നിലൂടെ എനിക്ക് നിറവേറ്റാൻ പറ്റി. ആ കാലഘട്ടത്തിൽ വാകത്താനം പഞ്ചായത്ത് ആസൂത്രണ ബോർഡിൻ്റെ ഒരു അംഗമെന്ന നിലയിൽ ഞാനതിൽ കൃതാർത്ഥനാണ്. അതുകൊണ്ട് വാർഡിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് തന്നെ ആയാലും അതിന് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു താല്പര്യവും മനസ്സും എനിക്കുണ്ട്. അത് ജനങ്ങൾക്ക് ഏകദേശമൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ വാർഡുകളിലൊക്കെ. അതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്കാണ് പാർട്ടി തന്നെ ഈ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള അവസരം തന്നെ തരുവാനുള്ള സാഹചര്യം. അപ്പം നമ്മുടെ ഈ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ജനങ്ങളോട് എല്ലാ വീടുകളിലും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരോട് എന്ത് ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടേണ്ട സംരക്ഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി അങ്ങേയറ്റം എന്നാൽ കഴിയുന്നതും അതിലപ്പുറം ഇപ്പം നമുക്കറിയാം ഇതിൽ വരുന്ന ഫണ്ടുകൾ MLA ഫണ്ടുകളും അതുപോലെ തന്നെ MP ഫണ്ടുകളുമാണ്. അത് ഏറ്റവും കൂടുതൽ വരുന്ന ബ്ലോക്കിലൂടെയാണ്. ആ ബ്ലോക്കിലൂടെ വരുന്ന ഫണ്ടുകൾ യഥാവിധി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഞാൻ അവരുടെ ഒരു ചങ്ങാതിയായി അല്ലെങ്കിൽ അവരുടെ ഒരു തോഴനായി അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും. ആയതുകൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്നാണ് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് തിരക്കാണെന്നറിയാം. എല്ലാവിധ വിജയാശംസകൾ നേരുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാം ഒന്ന് കവർ ചെയ്തില്ലേ? മൊത്തം ഏകദേശം ഒന്ന് കവർ ചെയ്തു. ഇന്നിനി അങ്ങോട്ടോ പരിപാടി? വാകത്താനം പഞ്ചായത്തിൻ്റെ 11-ാം വാർഡിൻ്റെ പ്രദേശങ്ങളിലാണ്. അവിടെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഈ ഇടതുപക്ഷ സർക്കാർ സ്ഥാപിച്ചു കൊടുത്ത വീടുകൾ നിറയുണ്ട്. അവിടെ അവരുടെ ആവശ്യങ്ങൾ പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നേരിൽ കാണുകയും അവരോട് വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി അല്ലേ? ആയിക്കോട്ടെ, വളരെ ഉപകാരം കണ്ടത്. താങ്ക് യു.
സ്ഥാനാർത്ഥിമാരുടെ പ്രസ്താവനകൾ ജനങ്ങളിലെത്തിക്കുവാൻ ഏറ്റവും നല്ല ഉപാധി സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക.